കോട്ടയം ഗാന്ധിനഗർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന റാഗിങ്ങിന്റെ ക്രൂര ദൃശ്യങ്ങൾ പുറത്ത്. ഹോസ്റ്റലിൽ ജൂനിയർ വിദ്യാർത്ഥിയുടെ കൈയും കാലും കെട്ടിയിട്ട് കോമ്പസ് കൊണ്ട് ശരീരത്തിൽ കുത്തി മുറിവുകളിൽ ലോഷൻ ഒഴിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ. കൂടുതൽ പരാതിക്കാരുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കി. സംഭവത്തിൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് കോളേജ് അധികൃതർ ആവർത്തിച്ചു. നേരത്തെ തലേന്ന സാധനം വീണേ 1 2 ഹോസ്റ്റൽ മുറിയിലെ കട്ടിലിൽ കൈയും കാലും കെട്ടിയിട്ട് കോമ്പസ് കൊണ്ട് ശരീരത്തിൽ കുത്തി 1 2 3 എന്നിങ്ങനെ എണ്ണം പറഞ്ഞ് നിരവധി തവണ കുത്തി പരിക്കേൽപ്പിച്ചു. മുറിവുകളിൽ ലോഷൻ ഒഴിച്ചു. ഉച്ചത്തിൽ കരയുമ്പോൾ വായിലേക്ക് ക്രീം ഒഴിക്കുന്നതും ചുറ്റും നിന്നവർ ഉറക്കെ ചിരിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ഗാന്ധിനഗർ പോലീസ് കോളേജിലെത്തി പ്രിൻസിപ്പലിൽ നിന്നും വിവരങ്ങൾ തേടി. പ്രതികളുടെ മൊബൈൽ ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചു. കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടോ, വാർഡന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടോ, ആ രീതിയിലുള്ള അന്വേഷണം കൂടെ കൃത്യമായിട്ട് നടത്തും. പിന്നീട് ഈ വീഡിയോ ദൃശ്യം ഏത് മൊബൈൽ ഫോണിലാണ് പകർത്തിയത്, അതിൻ്റെ ഒറിജിൻ, ആ രീതിയിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾ നടത്തും. പ്രതികളായിട്ട് പിടിച്ചിരിക്കുന്ന 5 പേരുടെയും ഫോണുകൾ നമ്മൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. സംഭവത്തിൽ കോളേജ് അധികൃതരുടെ വിശദീകരണം ഇങ്ങനെയാണ്. 3 മാസമായിരുന്നു കുട്ടികൾ പറയുന്നത്. നമ്മൾ ഇവിടുന്ന് ആൻറ്റി റാഗിങ് സെല്ലുണ്ട്, അതുപോലെ ടീച്ചേഴ്സിനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം ഒരു 3 മാസക്കാലം കുട്ടികളെ കണ്ട് സംസാരിച്ച് അതിൻ്റെ റിപ്പോർട്ട് എഴുതാൻ. അപ്പോഴൊന്നും ഈ കുട്ടികൾ ആരും ഒരു സംഭവം പറഞ്ഞിട്ടില്ല. നമ്മൾ അതുപോലെ വീട്ടുകാരോട് പോലും പറഞ്ഞിട്ടില്ല. അറസ്റ്റിലായ 5 പ്രതികളും ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ആവശ്യമെങ്കിൽ കൂടുതൽ കേസെടുത്ത് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും. കഴിഞ്ഞ 3 മാസം ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച് നടന്ന അതിക്രൂരമായ റാഗിംഗ് അറിഞ്ഞില്ല എന്ന കോളേജ് അധികൃതരുടെ വിശദീകരണം പോലീസ് വിശ്വാസത്തിലെടുക്കുന്നില്ല. ഇക്കാര്യങ്ങളടക്കം അന്വേഷിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. കോട്ടയത്തു നിന്നും ജോസി ബാബു, മീഡിയ 1.